ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ടെസ്റ്റ് സീരീസാണ് ഈ ഒരു വീഡിയോയിൽ. അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും ഏത് രീതിക്കൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എക്സാംസിന് ചോദിക്കുന്നതെന്ന്. ഒരു 2015 മെയിൻസ് എക്സാംസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മിസോലിത്തിക് റോക്കറ്റ് ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യ നോട്ട് ഓൺലി റിഫ്ലെക്ട്സ് ദ കൾച്ചറൽ ലൈഫ് ഓഫ് ദ ടൈംസ് ബട്ട് ഓൾസോ എ ഫൈൻ എസ്തെറ്റിക് സെൻസ് കമ്പാരബിൾ ടു മോഡേൺ പെയിൻറ്റിംഗ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു രീതിക്കൊക്കെ ആയിരിക്കും മെയിൻസിന് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിപ്പം KS ആണെങ്കിലും അതുപോലെ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സാംസ് ആയാലും. ഓക്കെ, നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പം ഈ ഒരു ഏജസ് പാലോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക്, മെസോലിത്തിക് ഏജസ് ആണ് ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത്. അതിനകത്ത് ഉള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് തന്നെയായിരിക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്. പാലോലിത്തിക് ഏജുമായിട്ട് കമ്പയർ ചെയ്ത് ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അതിനുശേഷം ആൻസർ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പാലോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്. കോപ്പർ, ഡിസ്കവറി ഓഫ് ഫയർ, മൈക്രോലിത്ത്, ടൂൾസ് ഫോർ ഹാർവെസ്റ്റിംഗ്. കാണുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെ ഏതിനോടൊക്കെയാണ് ബന്ധമുള്ളതെന്ന്. പാലോലിത്തിക് ഏജ് ആൻസർ ചെയ്ത് കാണും. ഇനി ആൻസർ പറയാം ഞാൻ. ജസ്റ്റ് കണ്ടുപോവാതെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പാലോലിത്തിക് ഏജ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാലോലിത്തിക് ഏജിൽ വരുന്നതാണ് ഡിസ്കവറി ഓഫ് ഫയർ. ഓക്കെ, ബി എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ബി ആണ്. നിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് വരുമ്പോഴത്തേക്ക് അവിടെയാണ് ടൂൾസ് ഫോർ ഹാർവെസ്റ്റിംഗ് ക്രോപ്സ്. മൂന്നാമത് ചാൽക്കോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജിലാണ് എന്ത് വരുന്നത്? കോപ്പറിൻ്റെ ഡിസ്കവറി വരുന്നത് അല്ലേ. അതുപോലെ മെസോലിത്തിക് ഏജിൽ വരുന്നതാണ് മൈക്രോലിത്സ്. അപ്പം നിങ്ങളുടെ ആൻസർ അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതാണ്ട് ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ വിച്ച് ആർ സ്പെസിഫിക് ടു നിയോലിത്തിക് പീരീഡ്. നിയോലിത്തിക് പീരീഡിൽ വരുന്ന ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് ഗ്രോയിങ് ഓഫ് വൈൽഡ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്. ആലോചിക്കുക അത് ഏത് ഏജിലാണ് വരുന്നതെന്ന്. അതുപോലെ പീപ്പിൾ യൂസ്ഡ് കോപ്പർ ആൻഡ് ബ്രോൺസ് ടു മേക്ക് എ ലോട്ട് ഓഫ് ടൂൾസ്. മേക്കിംഗ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ബൈ ഫ്ലേക്കിംഗ് സ്റ്റോൺസ് വിച്ച് വെയർ പോയിൻറ്റഡ് ഇൻ വൺ എൻഡ്. ഓക്കെ, അപ്പം നിയോലിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് ഇതിനകത്ത്? ഫസ്റ്റ് വൺ ആണ് അല്ലേ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് ഗ്രോയിങ് ഓഫ് വൈൽഡ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്. ആ ഒരു ഇത് തുടങ്ങിയത് നിയോലിത്തിക് ടൈമിലാണ്. അടുത്ത പീപ്പിൾ യൂസ്ഡ് കോപ്പർ ആൻഡ് ബ്രോൺസ് ടു മേക്ക് എ ലോട്ട് ഓഫ് ടൂൾസ്, അത് ഏത് പീരീഡിലാണ്? ചാൽക്കോലിത്തിക് പീരീഡിലാണ്. അടുത്തത് മേക്കിംഗ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ബൈ ഫ്ലേക്കിംഗ് സ്റ്റോൺസ് വിച്ച് വെയർ പോയിൻറ്റഡ് ഇൻ വൺ സൈഡ്, അത് ഏത് ടൈമിലായിരുന്നു? പാലോലിത്തിക് പീരീഡിലായിരുന്നു അല്ലേ. അപ്പം ഇതാണ് ഫസ്റ്റ് വൺ മാത്രമാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഹിസ്റ്റോറിക്കൽ പീരീഡ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്. നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് ആർക്കിയോളജിക്കൽ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇത് നോക്കാം. ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക. എന്താണ്? പാലിയോലിത്തിക് ചോദിച്ചിട്ടുണ്ട്, മെസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക്. അതുപോലെ തന്നെ സൈറ്റുകൾ പറഞ്ഞിട്ടുള്ളത് ബിംബേദ്ക, ബേലൻ, നവഡാട്ടോലി, മെഹർഗർ. ആ ചാപ്റ്റർ നല്ലതുപോലെ പഠിച്ചവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ പാലോലിത്തിക് എന്താണ്? പാലോലിത്തിക് എന്ന് പറയുമ്പോഴത്തേക്ക് ബേലൻ വാലി അല്ലേ. ബേലൻ വാലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? പാലോലിത്തിക്കിലാണ്. രണ്ടാമത്തത് മിസോലിത്തിക്. മിസോലിത്തിക് എവിടെയാണ് വരുന്നത്? ഏത് സൈറ്റിലായിരുന്നു കൂടുതലുള്ളത്? ബിംബേദ്ക കേവിലായിരുന്നു. ബിംബേദ്ക കേവ് എവിടെയാണ്? മധ്യപ്രദേശിലെ ബിംബേദ്ക കേവിലാണ് മിസോലിത്തിക് സൈറ്റായിട്ട് വരുന്നത്. അടുത്ത നിയോലിത്തിക് സൈറ്റ് വരുന്ന എവിടെയായിരുന്നു? മെഹർഗർ അല്ലേ. നിയോലിത്തിക് പഠിച്ചപ്പോൾ പഠിച്ചതാണ് എന്താണ്? മെഹർഗർ. എന്താ? ബട്ടർ ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നറിയപ്പെടുന്ന മെഹർഗർ ആണ് നിയോലിത്തിക് സൈറ്റ്, മെയിൻ ഒരു സൈറ്റ് എന്ന് പറയുന്നത്, ആർക്കിയോളജിക്കൽ സൈറ്റ്. ഇനി ചാൽക്കോലിത്തിക്കിനകത്ത് വരുന്ന എന്താണ്? ചാൽക്കോലിത്തിക്കിനകത്ത് വരുന്നതാണ് അവസാനം പഠിച്ച നവഡാട്ടോലി. ഓക്കെ, നിങ്ങളുടെ ആൻസറും ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത് കൊണ്ട് നിങ്ങൾ ആൻസർ കണ്ടു കാണും. അത് വിട്ടേരെ, നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെക്ക് ചെയ്യുക.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിയോളിത്തിക് സൈറ്റ്. നിയോളിത്തിക് സൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞിരിക്കുന്നത് യൂസ് ഓഫ് കറക്റ്റ് കണ്ടുപിടിക്കാനാണ്. യൂസ് ഓഫ് വെരി ഫൈൻലി ഫ്ലേക്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ്, ബ്ലേഡ്സ് ആൻഡ് ബറിൻസ്. അതുപോലെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് കാറ്റിൽ, ഹോഴ്സസ് ആൻഡ് അതർ ഫാം അനിമൽസ്, പെയിൻറ്റിങ് ആൻഡ് ഡെക്കറേറ്റിംഗ് പോട്രി. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഇതിനകത്താണ്, നിയോളിത്തിക് ഏജിൽ വരുന്ന പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഇത് 3 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് വൺ. Technologically, the Chalcolithic age refers to the pre-Harappans, but in parts of the country it appears after the end of the Bronze Harappan culture. ടെക്നോളജിക്കലി പറയുകയാണെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഹാരപ്പൻ ആണെന്ന് പറയാം. ഹാരപ്പൻസിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് ചാൽക്കോലിത്തിക് എന്ന് പറയാം. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും എന്താണ് ഈ കൺട്രിയിലെ മിക്ക സ്ഥലങ്ങളിലും അതെന്ന് പറയുന്നത് ബ്രോൺസ് ഹാരപ്പൻ കൾച്ചറിന് ശേഷമുള്ള ഒരു പീരീഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാക്കി 2 തെറ്റാണ്. അത് ജസ്റ്റ് വായിച്ചു നോക്കിയിരുന്നാൽ മതി. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ചാൽക്കുലത്തിക് സ്റ്റേജിനെ പ്രീ ഹാരപ്പൻസിൻ്റെ മുമ്പുള്ള ഒരു സമയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മിക്ക കൺട്രീസിലും എന്താണ് ബ്രോൺസ് ഹാരപ്പൻസിന് ശേഷമുള്ളതായിട്ടാണ് ചാൽക്കുലത്തിക്കിനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് പ്രീഹിസ്റ്റോറിക് ആർട്ട്. പ്രീഹിസ്റ്റോറിക് ആർട്ടിൽ കറക്റ്റ് വരുന്ന ഏതാണ്? അതാണ്ട് പാലോലിത്തിക് ആൻഡ് മിസോലിത്തിക് പീപ്പിൾ പ്രാക്ടീസ്ഡ് പെയിൻറ്റിംഗ്. പ്രീഹിസ്റ്റോറിക് ആർട്ട് ഡു നോട്ട് അപ്പിയർ ഇൻ ബിംബേത്ക കേവ്. മെനി ഫിഗേഴ്സ് റിഗാർഡിംഗ് ദ സോളാർ സിസ്റ്റം വെയർ പെയിൻറ്റഡ്. ദ പെയിൻറ്റിംഗ്സ് ഡെപിക്ട് ദ റിലീജിയസ് ബിലീഫ്സ് ഓഫ് ദ പീപ്പിൾ. പാലോലിത്തിക് എന്താണ് ആൻസർ? പാലോലിത്തിക് ആൻഡ് മിസോലിത്തിക് പീപ്പിൾ പ്രാക്ടീസ്ഡ് പെയിൻറ്റിങ്. അവർക്ക് എന്തറിയായിരുന്നു? പെയിൻറ്റിങ് അറിയായിരുന്നു. രണ്ടാമത്തെ എന്തായിരുന്നു? പ്രീ ഹിസ്റ്റോറിക് ആർട്ട് ഡു നോട്ട് അപ്പിയർ ഇൻ ബിംബേത്ക കേവ്. ബിംബേത്ക കേവ് ആണ് പ്രീ ഹിസ്റ്റോറിക് ആർട്ടിൽ ഏറ്റവും കൂടുതൽ പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മെനി ഫിഗേഴ്സ് റിഗാർഡിംഗ് ദ സോളാർ സിസ്റ്റം വെയർ പെയിൻറ്റഡ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. കൂടുതലും എന്തായിരുന്നു? മൃഗങ്ങളുടെ പടങ്ങളൊക്കെ ആയിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. ദ പെയിൻറ്റിങ്സ് ഡെപിക്ട് ദ റിലീജിയസ് ബിലീഫ്സ് ഓഫ് ദ പീപ്പിൾ. അതങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ആൾക്കാരുടെയും അവർ ചെയ്യുന്ന ആ ഒരു ഫിഗേഴ്സൊക്കെ ആയിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. ഇനി വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ മാൻ? കോപ്പറാണ് അല്ലേ? കോപ്പറാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ് ഡു വി അസോസിയേറ്റ് ദ മൈക്രോലിത്ത് ഇംപ്ലിമെൻറ്റ്സ്? ഏത് പീരീഡിലാണ്? മിസോലിത്തിക് പീരീഡിലാണ് മൈക്രോലിത്ത് വരുന്നത്. എന്ന് ഓർത്ത് വെച്ചിരിക്കുക. വിത്ത് വിച്ച് പീരീഡ് ഡു വി അസോസിയേറ്റ് ദ മെഗാലിത്സ്? മെഗാലിത്സ് വരുന്നത് നിയോലിത്തിക്കിലും ചാൽക്കോലിത്തിക് പീരീഡും കൂടെ ചേർന്നിട്ട് വരുന്നതാണ് മെഗാലിത്സ്. വാട്ട് വാസ് ദ ഏർലിയസ്റ്റ് മെറ്റൽ യൂസ്ഡ് ഫോർ? ആദ്യമായി ഈ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ടൂൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ജംഗിൾസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് യൂസ് ചെയ്തിരുന്നത്. ദ ഫസ്റ്റ് ആനിമൽ ടു ബി ഡൊമസ്റ്റിക്കേറ്റഡ് ഡ്യൂറിങ് ദ സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജിൽ ആദ്യമായിട്ട് വളർത്തിയ ആനിമൽസ് ഏതൊക്കെയാണ്? ഡോഗ്സ്, ഗോട്ട്, ഷീപ്സ്. നൊമാഡിക് മാൻ സ്റ്റാർട്ടഡ് സെറ്റിലിംഗ് ഇൻ. അവരെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? നിയോലിത്തിക് ഏജ് എത്തിയപ്പോഴത്തേക്കാണ്. മാൻ മൂവ്ഡ് ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ദ നിയോലിത്തിക് ഏജിലാണ് ആ ഒരു മേഖലയിലോട്ട് തിരിഞ്ഞത്. ദ ഗ്രേറ്റസ്റ്റ് ഇന്നോവേഷൻ ഓഫ് മാൻ ഇൻ ദ പാലോലിത്തിക് ഏജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്കവറി ഓഫ് ഫയർ ആയിരുന്നു. ഡ്യൂറിങ് ദ ചാൽക്കോലിത്തിക് ഏജ് ദ ഓൺലി മെറ്റൽ നോൺ ടു മാൻ ഏതായിരുന്നു? കോപ്പർ മാത്രമായിരുന്നു അറിയായിരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ്? അതായത് ചാൽക്കോലിത്തിക് മാൻ ഇൻ ഇന്ത്യ വെയർ അക്വൈൻറ്റഡ് വിത്ത് ബേൺഡ് ബ്രിക്സ്. അതെന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. എന്താണ്? പാലോലിത്തിക് മാൻ ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റേജസ് ന്യൂ അബൌട്ട് ഫയർ. ബിംബേത്ക കേവ്സ് ആർ എ ട്രഷർ ഹൗസ് ഓഫ് പ്രീ ഹിസ്റ്റോറിക് പെയിൻറ്റിങ്സ്. മാൻ കെയിം ടു പ്രാക്ടീസ് അഗ്രികൾച്ചർ ഇൻ നിയോലിത്തിക് എറ. ഇതെല്ലാം എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനി ഒരു സൈറ്റും അതിൻ്റെ ആ ഒരു പീരീഡും കാണിച്ചിട്ടുണ്ട്. അഹർ ആൻഡ് ഗിലുണ്ട്. അഹർ ആൻഡ് ഗിലുണ്ട് ഏത് സൈറ്റാണ്? നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണ്? ചാൽക്കോലിത്തിക് പീരീഡ് തന്നെയാണ് അല്ലേ? ചാൽക്കോലിത്തിക് പീരീഡാണ്. പിന്നെ മൊഹൻജൊദാരോ വരുന്നത് ഹാരപ്പയാണ്. ബുർസാഹോം വരുന്നത് എവിടെയാണ്? നിയോലിത്തിക്കിലാണ്. ഭാഗർ വരുന്നത് എവിടെയാണ്? മെസോലിത്തിക്കിലാണ്. ABCD കറക്റ്റ് ആ ഒരു ഓപ്ഷൻസിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ എക്കണോമി ഓഫ് ദ നിയോലിത്തിക് പീരീഡ്. നിയോലിത്തിക് പീരീഡിൻ്റെ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് 2 കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ എക്കണോമി ഓഫ് ദ ഏർലി നിയോലിത്തിക് കൾച്ചർ വാസ് ബേസ്ഡ് ഓൺ ദ അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ. സെക്കൻഡ് പോയിന്റ് ദ നിയോലിത്തിക് മാൻ ന്യൂ അബൌട്ട് അയൺ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അല്ലേ? അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും കറക്റ്റ്. ഓക്കെ,
ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ചാൽക്കോലിത്തിക് പീപ്പിൾ. ചാൽക്കോലിത്തിക് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. 1. ചാൽക്കോലിത്തിക് കമ്മ്യൂണിറ്റീസ് ട്രേഡ്സ് ആൻഡ് എക്സ്ചേഞ്ചസ് മെറ്റീരിയൽസ് വിത്ത് കണ്ടംപററി കമ്മ്യൂണിറ്റീസ്. കറക്റ്റാണ് അല്ലേ? അവരെന്ത് ചെയ്തിരുന്നു? ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിരുന്നു. ലാർജ് സെറ്റിൽമെൻറ്റ്സ് ലൈക്ക് അഹർ, ഗിലുൺ, നവഡട്ടോളി, ഇറൻ, റാങ്പൂർ, ഡൈമാബാദ് ആൻഡ് ഇനാംഗോൺ സെർവ്ഡ് ആസ് മേജർ സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച്. അതും കറക്റ്റാണ്. അഹറും ഗിലുണ്ടും ഒക്കെ വരുന്ന എവിടെയാണ്? ചാൽക്കോലിത്തിക് ഏജിലാണ്. അഹർ പീപ്പിൾ സെറ്റിൽഡ് ക്ലോസ് ടു കോപ്പർ സോഴ്സ്, സപ്ലൈഡ് കോപ്പർ ടൂൾസ് ആൻഡ് ഒബ്ജക്ട് ടു അതർ കണ്ടംപററി കമ്മ്യൂണിറ്റീസ് ഇൻ മാൽവ ആൻഡ് ഗുജറാത്ത്. അതും കറക്റ്റാണ്. കാരണം എന്താണ്? നമ്മൾ പഠിച്ചു അഹർ എന്ന് പറയുന്നത് എന്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റായിരുന്നു? കോപ്പർ സ്മെൽറ്റിങ്ങിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റായിരുന്നു. സോ ഈ മൂന്നും എന്തായിരുന്നു? ചാൽക്കോലിത്തിക് ഏജുമായിട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് ടെക്നോളജി ഡ്യൂറിംഗ് ദ ചാൽക്കോലിത്തിക് പീരീഡ്. ചാൽക്കോലിത്തിക് പീരീഡിൽ വരുന്ന ഒരു ടെക്നോളജിയിലുണ്ടായ മാറ്റം എന്തായിരുന്നു? ദ ചാൽക്കോലിത്തിക് പീപ്പിൾ വെർ എക്സ്പേർട്ട് കോപ്പർ സ്മിത്ത് ആൻഡ് ഹാഡ് മെയ്ഡ് കൺസിഡറബിൾ പ്രോഗ്രസ് ഇൻ മെറ്റൽ ടെക്നോളജി. കറക്റ്റാണ്. ദ പെയിൻറ്റഡ് പോട്ടറി ആസ് വെൽ മെയ്ഡ്. ദ പെയിൻറ്റഡ് പോട്ടറി വാസ് വെൽ മെയ്ഡ്. എന്താണ്? പെയിൻറ്റഡ് പോട്ടറി നല്ല രീതിക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ചാൽക്കോലിത്തിക്കിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. രണ്ടും കറക്റ്റാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ചാൽക്കോലിത്തിക് കൾച്ചേഴ്സിൽ വരുന്ന എന്തൊക്കെയാണ്? സം ഓഫ് ദ ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ് വെയർ കണ്ടംപററി വിത്ത് ദ ഹാരപ്പൻ കൾച്ചർ ആൻഡ് അതേഴ്സ് വെയർ പോസ്റ്റ് ഹാരപ്പൻ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഇനി ദ ചാൽക്കോലിത്തിക് കൾച്ചർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെയിൻറ്റഡ് പോട്ടറി യൂഷ്വലി റെഡ് ആൻഡ് ബ്ലാക്ക്. അതും കറക്റ്റാണ്. മൂന്നാമത് വരുന്നത് ഇറ്റ് വാസ് അർബൻ ആസ് കമ്പയർഡ് ടു റൂറൽ ഹാരപ്പൻ. റൂറൽ ഹാരപ്പൻ അത് നേരെ തിരിച്ചാണ് വരുന്നത് അല്ലേ? അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ 2 പോയിൻറ്റ്സാണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്. ഇൻകറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ള പെയേഴ്സിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ലോവർ പാലിയോലിത്തിക്കിൽ ലോവർ പാലിയോലിത്തിക്കിൽ വരുന്നതാണ് ഹാൻഡ് ആക്സ് ക്ലീവർ ഇൻഡസ്ട്രീസ് ആയിരുന്നല്ലോ. ലോവർ പാലിയോലിത്തിക്കിൽ വരുന്നതായിരുന്നു. ഇനി നമ്മൾ ആ ഒരു ടാബുലർ കോളം പോലെ നമ്മൾ ആ ഒരു പോർഷൻസിൽ പഠിച്ചിട്ടുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻസ്. സോ മിഡിൽ പാലിയോലിത്തിക്കിൽ വരുന്ന എന്തായിരുന്നു? ഫ്ലേക്സ് ആയിരുന്നു. അത് അതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പർ പാലിയോലിത്തിക്കിൽ വരുന്ന എന്തായിരുന്നു? ബ്ലേഡ്സും ബറിൻസും ആയിരുന്നു അല്ലേ? സോ ഇത് എല്ലാം കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. പോയിൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ടൂൾസ് ആൻഡ് ടെക്നോളജി ഓഫ് മിഡിൽ പാലിയോലിത്തിക് കൾച്ചർ. മിഡിൽ പാലിയോലിത്തിക് കൾച്ചറിലെ ടൂൾസ് ആൻഡ് ടെക്നോളജി വെച്ചിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The Middle Paleolithic period is characterized basically by the flakes obtained by striking them from the pebbles or cobbles. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അതുപോലെ the tools included various kinds of scrapers, borers and knives അല്ലേ? അതെല്ലാം പാലിയോലിത്തിക് കൾച്ചറിൽ വരുന്നതാണ്. മിഡിൽ പാലിയോലിത്തിക് കൾച്ചറിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിയോളജിക്കൽ സൈറ്റ് ഹാവ് പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക് റിമെയിൻസ്? മൂന്ന് സ്റ്റോൺ ഏജിലുള്ള 3 പീരീഡിൻ്റെയും റിമെയിൻസ് കിട്ടിയ ഒരു സ്ഥലം എവിടെയായിരുന്നു? ബേലൻ വാലി ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബേലൻ വാലി. 3 സ്ഥലങ്ങളുടെയും 3 ഏജസിൻ്റെയും എന്ത് കിട്ടിയ ആർക്കിയോളജിക്കൽ സൈറ്റായിട്ട് അറിയപ്പെടുന്നത് ബേലൻ വാലീസ് ആണ്. ഇതെത്രയാണ് ഇതിൻ്റെ ആൻസർ. ഈ ഒരു വീഡിയോ ഇത് ഞാൻ നേരത്തെ പഠിച്ചതുകൊണ്ട് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു മാർക്കിങ് നേരെ കാണിച്ചിരിക്കുന്നത്. അത് കാര്യമാക്കണ്ട. ഇനി തൊട്ടുള്ള ടെസ്റ്റ് സീരീസിനകത്ത് ഇങ്ങനെ കാണത്തില്ല കേട്ടോ. ഓക്കെ, ഇനി മെയിൻസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് സ്റ്റോൺ ഏജ് സ്പെസിഫൈങ് ദെയർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആൻഡ് പ്രൊമിനൻറ്റ് സൈറ്റ്സ് റിലേറ്റഡ് ടു ഏജ്. അത് നമ്മൾ ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറയുന്ന ആ പോർഷൻസിൽ കറക്റ്റായിട്ട് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡസ് ദ നിയോളിത്തിക് ഏജ് ഹോൾഡ് ആൻഡ് യുണീക് പ്ലേസ് ഇൻ ദ എവല്യൂഷൻ ഓഫ് മാൻകൈൻഡ്. അതിനകത്ത് തന്നെ ഒരു 5 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇലോബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിനുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടെക്നോളജിക്കലി ദ ചാൽക്കോലിത്തിക് ഫേസസ് റെഫേഴ്സ് ടു ദ പ്രീ ഹാരപ്പൻ കൾച്ചേഴ്സ് ബട്ട് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി ദ ചാൽക്കോലിത്തിക് ഫേസ് അപ്പിയേഴ്സ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ബ്രോൺസ് ഹാരപ്പൻ കൾച്ചർ. ഡസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡ് എനി ഓതൻറ്റിസിറ്റി? ഏതെങ്കിലും ഓതൻറ്റിസിറ്റി കാണിക്കുന്നുണ്ടോ എന്നാണ് എലോബറേറ്റ് ചെയ്യാനാണ് റീസൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു രീതിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ് സീരീസ്. ഇനി ഓരോ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. താങ്ക് യു.